ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ 24ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിത്. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001 8001 8001 കനകത്തിൻ്റെയും മറ്റുള്ളവരുടെയും ശ്രദ്ധയ്ക്ക് ഇതിപ്പം 3 മുറി തേങ്ങയുണ്ട്. 6 ദിവസം ഈ 3 മുറി തേങ്ങ വെച്ച് കറി ഉണ്ടായിക്കോട്ടെ. അപ്പൊ 2 ദിവസത്തേക്ക് അരമുറി തേങ്ങയാ? അത് തന്നെ അധികമാ. ഇത് കുശുകുശുക്കുന്നു. അല്ല ഒന്നുമില്ല അമ്മൂമ്മ, അരമുറി തേങ്ങ കൊണ്ട് ഇഷ്ടം പോലെ ഉണ്ടാക്കാമല്ലോ. അല്ല അമ്മൂമ്മ, നമ്മൾ ഈ മീൻകറിയൊക്കെ തേങ്ങ അരച്ച് വെച്ച് ഇങ്ങനെ കഴിച്ച് പഠിച്ചു പോയേ. അപ്പൊ അതുകൊണ്ട് മീൻകറിക്കുള്ള തേങ്ങ വേറെ സെപ്പറേറ്റ്. മീൻകറി അങ്ങനെ തേങ്ങ അരച്ചൊന്നും വെക്കണ്ട. ആ പഠിത്തമൊക്കെ അങ്ങ് നിർത്തണം. മുള വരച്ച് വെച്ചാൽ മതി. അപ്പൊ ദോശയോട് ചമ്മന്തിയാ? ആ, ഇനി മുതൽ ഇവിടെ തേങ്ങാ ചമ്മന്തി ഇല്ല. അപ്പോ ഒന്നീ മുളക് പൊടി അല്ലെങ്കിൽ ഉഴുന്നുപൊടി. ആ മോനെ കേശു, നിന്നോടൊരു കാര്യം. നിനക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു എണ്ണ തേച്ച് കുളിയുന്ന പരിപാടി ഉണ്ടല്ലോ, അതിന് വേണ്ട. ഇല്ല അമ്മൂമ്മ, ഞാൻ കുളിയെ നിർത്തി. അമ്മൂമ്മയല്ലേ പറയുന്നേ അച്ഛൻ 2 ദിവസമെങ്കിലും എണ്ണ തേച്ച് കുളിക്കണോന്ന്? അതൊക്കെ പണ്ട്. ആ എണ്ണ തേച്ച് കുളിച്ചതൊക്കെ മണ്ടത്തരമായി പോയെന്ന് എനിക്ക് ഇപ്പോഴല്ലേ മനസ്സിലായത്. വെളിച്ചെണ്ണയിൽ നീരാടിക്കൊണ്ടിരുന്ന അമ്മൂമ്മയാ കാലം പോയ പോക്കേ. അമ്മൂമ്മ എന്ത് ചെയ്യാൻ പോണു? ഞാൻ ഇതിനകത്ത് ഒഴിക്കാൻ പോന്നു. ഞാൻ സഹായിക്കാം. ഇങ്ങോട്ട് വേണ്ട, ഞാൻ സഹായിച്ചോളാം. ഞാൻ ചെയ്തോളാം. കേശോട്ടാ, ഇനി പഴംപൊരി ഉണ്ണിയപ്പൊക്കെ ഇനി എങ്ങനെ ഉണ്ടാക്കി തിന്നും? ഏച്ചി പോയച്ച എവിടുന്ന്? ഞാൻ ഇവിടെ മീൻ പൊരിച്ചത് എങ്ങനെ ഉണ്ടായി കഴിക്കുമെന്ന് ആലോചിച്ചോണ്ടിരിക്കുമ്പോളാ. നീ മേടിക്കാതിരുന്നാ പോരെ? നീ മേടിക്കാതിരുന്നാ പോരേ? ഞാൻ പോണ് കേട്ടാ അങ്ങോട്ടേലും. என்ன கொடுமை அம்மா இது. தென்னை மரத்தோட ஊரு வந்து கேரளம். அங்க இந்த தேங்காய்க்கு வெளிச்செண்ணாக்கெல்லாம் இவ்வளோ விலை. எங்க ஊர்ல அப்படி இல்ல. நிறைய தோப்பு இருக்கு. அங்க ஒரு பிரச்சனையும் இல்ல. അത് പിന്നെ അവിടെ ഉള്ളവര് ഉള്ള എല്ലാ സ്ഥലത്തും തെങ്ങ് വെച്ച്, ഇവിടെ ഉള്ളവര് ഉള്ള തെങ്ങ് വെട്ടി കളഞ്ഞിട്ട് മൊത്തം റബ്ബർ വെച്ച് റബ്ബർ പാൽ അങ്ങോട്ട് കയറ്റി അയക്കുന്നു. കനകം, ദാ ഒരാഴ്ചത്തേക്കിനുള്ളത്. തലേ തേക്കാനാ അമ്മൂമ്മ? അല്ല, കറി വെക്കാൻ. ഒരാഴ്ചത്തേന് കറി വെക്കാൻ ഇത്രയോ? അത് തന്നെ ധാരാളമാ. ஐயோ அம்மா இது பத்தாதம்மா. ഇത് വെച്ച് പത്തിച്ചാ മതി. ആ, ഇനി ഒരാഴ്ച കഴിയുമ്പം അടുത്തത് ഞാൻ തരാം. ദാ ഇവിടെ കൊണ്ടുപോ. പിടിച്ചോ, പിടിക്കേ. സൂക്ഷിച്ച് സൂക്ഷിച്ച്. കയ്യിലൊക്കെ വെളിച്ചെണ്ണ തലേ തേങ്ങ. തലേ വെക്കണമെങ്കിൽ വെച്ചോ. டேய், ஒரு வாரம் இவ்வளவுதானா? സൂക്ഷിച്ച്. പിന്നെ കനകന്റെ ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും വെക്കണ സാധനത്തിനൊക്കെ ടേസ്റ്റ് വേണം. ഒലി പോയില്ല. டேய் கேசு, ഓ, என்னடா இங்க உட்காந்துட்டு இருக்க? ഞാൻ പിന്നെ എവിടെ പോയി വെക്കാനേ? டேய் சமைக்க வேண்டாமா? സമ്മതിക്കണം. அதுக்கு என்ன வேணும்? எண்ணெய் தேவை. அந்த ஃப்ரிட்ஜுக்குள்ள நான் மீன் மிளகா தேய்ச்சி வச்சிருக்கேன். அது வறுக்க வேண்டாமா? വറക്കണം. அதே மாதிரி தான் மீன் குழம்பு வைக்கிறதுக்கும் ஃப்ரிட்ஜுக்குள்ள மீன் இருக்கு. அதுக்கு என்ன வேணும்? தேங்காய் வேணும். இந்த தேங்காவும் எண்ணெய் இல்லாம நான் எப்படி சமைப்பேன் சொல்லு? ഇതൊക്കെ എന്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ എന്തിനു சொல்லலாம்? அதே தாண்டா. ஒரு வாரத்துக்கு இங்க 1 கிலோ எண்ணெய் இருந்தா பத்தாது. அப்பதான் இந்த கொஞ்சோண்டு எண்ணெய் கொடுத்துட்டு 1 வாரம் இதுல வச்சு நீ ஓட்டு சொன்னா நான் எப்படி செய்வேன் சொல்லு? വാരത്തിലാ? ഇവിടെ 1-2 ദിവസം കൊണ്ട് 1 കിലോ വെളിച്ചെണ്ണ തീരുവല്ലേ ആന്റി? ஷோ, அப்படின்னா நான் என்ன செய்வேன்? அத முதல்ல 2 ஆளும் சொல்லித்தாங்க. അതാണ് ഞാൻ ഇത്ര നേരം സെർച്ച് ചെയ്തോണ്ടിരുന്നത്. അതായത് നമ്മൾ ഈ വെളിച്ചെണ്ണ ഉപയോഗിച്ചുണ്ടാക്കുന്ന ഭക്ഷണം ഉണ്ടല്ലോ, അതേ ഫുഡിന്റെ ടേസ്റ്റ് എങ്ങനെ വെളിച്ചെണ്ണ ഇല്ലാതെ ഉണ്ടാക്കിയാൽ കിട്ടും എന്നാണ് ഇത്ര നേരം അടിച്ചോണ്ടിരുന്നത്. എന്നിട്ട് கிடைச்சதா? തേങ്ങ കിട്ടി. എടാ, വെളിച്ചെണ്ണയ്ക്ക് വെളിച്ചെണ്ണ മാത്രം. പണ്ടേ കുഴിപ്പള്ളത്തമ്മ എപ്പോഴും പറയായിരുന്നു അവരുടെയൊക്കെ കുട്ടിക്കാലത്ത്. ഒന്ന് ആലോചിച്ച് നോക്കണം. പഴയ കൂട്ടുകുടുംബ 10-12 ആൾക്കാരുണ്ട് ഒരു വീട്ടില്. എന്നാ ഒരാഴ്ച അവരുടെ വീട്ടിൽ മേടിക്കുന്ന വെളിച്ചെണ്ണയുടെ കണക്കെന്ന് പറയുന്നത് 1/4 കിലോ വെളിച്ചെണ്ണ. ആ, 1/4 കിലോ കറി വെക്കാനും തലയെ തേക്കാനും കുളിക്കാനൊക്കെ 1/4 കിലോ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ഇന്ന് ഉണ്ടാക്കുന്ന ഭക്ഷണത്തിനേക്കാളും നല്ല ടേസ്റ്റും ഉണ്ട്, ഗുണവും ഉണ്ട്. அது எப்படி? അത് അവര് കറക്റ്റായിട്ട് സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്ന കൃത്യനിഷ്ഠത കാരണം. லெச்சு, அதெல்லாம் அந்த காலம். இந்த காலத்துல அதெல்லாம் முடியாது. எனக்கு இப்ப குக் செய்யறதுக்கு எண்ணெயும் தேங்காயும் வேணும். அது முதல்ல எடுத்து கொடுங்க. എവിടുന്ന് എടുത്തു കൊടുക്ക? டேய்,
நான் ஒரு ஐடியா சொல்லட்டா? ஒரு நிமிஷம் அப்படியே இரு. അതായിരുന്നു ഐഡിയ. ഇതെവിടെ പോണു? ആ ഐഡിയ പറഞ്ഞുകൊണ്ട് പോണ. ദാരിയ തപ്പണേ. டேய் நான் அம்மாவை தான் தேடிட்டு இருந்தேன். கிச்சனுக்குள்ள இல்ல. அப்படின்னா பின்னாடி இருப்பாங்க. நீ ஒண்ணு செய். இந்த டைம்ல அந்த ரூமுக்குள்ள போய் அந்த டேபிளுக்கு கீழே எண்ணெய் வச்சிருக்காங்க. சின்ன சின்ன குட்டி குட்டி பாட்டிலா. அந்த எண்ணெயை நீ எடுத்துட்டு வா. சத்தம் போடாத, பேசாம இரு, அம்மா கேட்டுட்டு வருவாங்க. டேய் எனக்கு சமைக்க தெரியாதடா எண்ணெய் இல்லாம. എനിക്ക് കക്ക തെറിയാതുമാ. ஓ അത് നീ പറയരുത്. കക്കത്തറിയാതെന്ന് നീ പറയരുത്. കക്കണെങ്കിൽ എവിടെ വെച്ചാണെന്ന് പറഞ്ഞത്? இந்த റൂമുക്കുള്ള அந்த ടേബിൾക്ക് കീഴെ. കീഴെ വെച്ചേക്കണേ, എന്തായാലും പൂട്ടിയായിരിക്കും വെച്ചേക്കണേ. ആ അപ്പൊ ഞാൻ എങ്ങനെ തുറക്കുന്നത്? അമ്മൂമ്മയുടെ പഴയ ബാഗിന്റെ അത് താക്കോലുണ്ട്. പോയിടാ. അങ്ങനെ അതെടുത്തു കഴിഞ്ഞപ്പോ എന്തെങ്കിലും അതെടുത്തു കഴിഞ്ഞാ അതിന്റെ പകരം എന്തെങ്കിലും വെക്കണ്ടേ? വെള്ളം ഒഴിച്ച് വെക്ക്. എണ്ണയ്ക്ക് വരും വെള്ളോ? ആ சூப்பர் பாரு, ரொம்ப நல்ல ஐடியா.